ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. എൻ്റെ സ്വന്തം വീട്ടിലാണ് ഞാൻ വന്നേക്കണത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ നല്ല രസമുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. നല്ല രസമെന്ന് പറഞ്ഞാൽ ഈ പരിസരത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ചെറുതായിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങട്ടെ കേട്ടോ. അപ്പം ഞാൻ നിങ്ങളെ ഒരടിപൊളി കാഴ്ച കാണിക്കാം കേട്ടോ. ഒരടിപൊളി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കണ്ടിട്ട് കമൻറ്റ് ചെയ്തിട്ടാ. ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ, ഇതാണ് കേട്ടോ. അത്രക്കും അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നിറയെ ഇങ്ങനെ പൈനാപ്പിൾ കൃഷിയാണ് കേട്ടോ. ഇത് ആ സൈഡിലും ഇതിപ്പോൾ മതിലിന് പൊക്കമുള്ളതുകൊണ്ട് അവിടെയൊന്നും എനിക്ക് കാണാൻ പറ്റണില്ല. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് കയറിയാണെങ്കിൽ ഒത്തിരി ഏരിയയിൽ ഇങ്ങനെ പൈനാപ്പിൾ കൃഷിയാണ്. നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഇല്ല കേട്ടോ, നേരിട്ട് കാണാൻ അത്ര നല്ലൊരു വ്യൂ ആണ് കേട്ടോ. അത്രക്ക് ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട്. ഇത്രയും നേരം ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇത്രയും നേരം വീഡിയോ എടുക്കാതെ ഇങ്ങനെ നിൽക്കണമായിരുന്നു. ഇതിങ്ങനെ ഒത്തിരി ഏരിയ ഉണ്ട് കേട്ടോ. ഇത് ഒരു അവസാനമല്ല, കുറേ ഏക്കർ കണക്കിന് സ്ഥലങ്ങളിലും ഇങ്ങനെയാണ്. നല്ലൊരു വ്യൂ ആണ് കേട്ടോ. അതിങ്ങനെ ഉയരത്തിലേക്കാണ് ആ മല പോയേക്കണത്. പക്ഷേ ഇതിൻ്റെ അകത്തുകൂടി നമുക്ക് നടന്നു പോകാനുള്ള സാഹചര്യമില്ല. നമ്മുടെ കാലൊക്കെ മുറിയും ഇങ്ങനെ പൈനാപ്പിളിൻ്റെ ഇതുകൊണ്ട് മുള്ളു കൊണ്ടിട്ട്. നമുക്ക് അകത്തുകൂടി ഇങ്ങനെ നടന്നു പോകാനുള്ളൊരു സ്പേസൊന്നും ഇട്ടിട്ടില്ല അവർ. ഇത് കണ്ട നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാൻ. അതിൻ്റെ നടുക്കായിട്ടൊരു മരം മാത്രമേ ഇങ്ങനെ നിൽക്കണുള്ളൂ. ബാക്കി മൊത്തത്തിൽ ഇങ്ങനെ പൈനാപ്പിൾ കൃഷിയാണ്. നടുക്ക് ഇങ്ങനെ ഒരു വലിയൊരു മരം വന്നപ്പോൾ ആ ഒരു വ്യൂ നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ വണ്ടികളൊക്കെ പോണതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ്. കണ്ടില്ലേ? ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് ക്യാമറയിൽ ഇതിൻ്റെ ആ പച്ചപ്പൊന്നും എനിക്ക് കിട്ടണില്ല നല്ല രീതിയിൽ. എന്തൊരു അടിപൊളി വ്യൂ ആണെന്ന് നോക്കിയല്ലേ. പക്ഷെ എത്ര ഇവിടെ വന്നിരുന്നാൽ നമുക്ക് കണ്ടാലും മതിയാവില്ല കേട്ടോ. ഈ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. കുറച്ചുകൂടി ഒന്ന് ഇപ്പോൾ വൈകിട്ട് സന്ധ്യ ആവാറായി. കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതിലും ഭംഗിയായിരിക്കും കേട്ടോ. ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടണത്. ഇതിങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഏക്കർ കണക്കിന് ഇങ്ങനെ പൈനാപ്പിൾ നട്ടേക്കാണ് കേട്ടോ. ഇത്രക്കും അടിപൊളി വ്യൂ ആണ്. അപ്പം ഞാനിതേ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ബെഞ്ചിൽ വന്നിരുന്നിട്ട് ഞാനിങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കണമായിരുന്നു ഈ നേരം വരെ. പിന്നെ ആ കാണുന്നുണ്ട് ആലുവ രാജഗിരി ഹോസ്പിറ്റൽ. ആലുവ രാജഗിരി ഹോസ്പിറ്റലിൻ്റെ ബാക്ക് വശത്താണ് എൻ്റെ വീട്. അതാണ് രാജഗിരി ഹോസ്പിറ്റൽ. നല്ലൊരു പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ് കേട്ടോ. എനിക്കാണെങ്കിൽ വെക്കേഷന് വീട്ടിൽ വരാൻ പറ്റിയില്ല. ഈ എല്ലാ ദിവസവും കൊറിയർ ചെയ്യാനൊക്കെ ഉണ്ടാവും. പിന്നെ അങ്ങനെ തിരക്കൊക്കെ ആയി ഒത്തിരി ദിവസം കഴിഞ്ഞു ഇങ്ങനെ വരാൻ പറ്റാതെ എനിക്ക് ആകെ ഒന്ന് വീട്ടിൽ പോകണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ കയറി. പിന്നെ ഞാൻ പിന്നെ ഒന്നും നോക്കൂല, ഞാൻ വീട്ടിലേക്ക് വരും. അപ്പം ഇന്നാണെങ്കിൽ മോന് ക്ലാസ് ഉണ്ടായി, ഞാൻ അതൊന്നും നോക്കിയില്ല. വീട്ടിൽ വന്നാൽ എനിക്കൊരു ഭയങ്കര ഒരു ആശ്വാസം എനിക്ക് കിട്ടണത്. കാര്യം എൻ്റെ ഉമ്മച്ചിയില്ല, പക്ഷേ എനിക്ക് 2 നാത്തൂന്മാരുണ്ട്. എനിക്ക് ജീവനാണ് എൻ്റെ 2 നാത്തൂന്മാർ. എന്നെ അങ്ങനെയാണ് അവർ നോക്കണത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീടിൻ്റെ ഫ്രണ്ട് ഏരിയ. പക്ഷേ ഇനി ഇവിടെയൊക്കെ നല്ല ഒത്തിരി സ്ഥലങ്ങളുണ്ട് കേട്ടോ. പക്ഷേ അങ്ങോട്ടേക്കൊന്നും പോകാൻ ഇപ്പോൾ എനിക്ക് സമയമില്ല. വീട്ടിൽ വരുമ്പോഴാണല്ലോ ഒന്ന് റെസ്റ്റൊക്കെ എടുക്കണം. സ്വന്തം വീട്ടിൽ അവിടെ എറണാകുളത്താകുമ്പോൾ വീട്ടിലെ പണിയും തിരക്കും ആകെ ഒരു അലച്ചിലാണ്.
പക്ഷെ ഇവിടെ വരുമ്പോൾ നമുക്ക് റെസ്റ്റൊക്കെ എടുക്കാനും ഞാൻ കുറേ നേരം കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്ത് ഇത് കഴിഞ്ഞ് എണീറ്റതാണ്. ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻസൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ.